നമുക്ക് മൈക്രോ ഗ്രീൻസ് കൊണ്ടിട്ട് ഒരു അടിപൊളി തോരനുണ്ടാക്കാം. ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. ഞാനിത് ചെറുപയർ മുളപ്പിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ചെറുപയർ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൻപയറും പിന്നെ കടല, ഉലുവ ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെനിക്ക് 7 ദിവസം വേണ്ടി വന്ന് ഇതേ ഒരു പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെറുപയർ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ടൊരു വൈകുന്നേരം ആകുമ്പോൾ, ഇപ്പം നമ്മൾ രാത്രിയിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആകുമ്പോൾ ഡ്രെയിൻ ചെയ്ത് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ തന്നെ ഇതിന് മുളയൊക്കെ വന്നിട്ടുണ്ടാവും. മുള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് അത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ മുളച്ചു വന്ന ചെറുപയർ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം മണ്ണ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതാവുമ്പോൾ നമ്മൾ ഈ മൈക്രോ ഗ്രീൻസിന് നല്ലൊരു ഡാർക്ക് കളറും മാത്രമല്ല ഇത് നന്നായിട്ട് തഴച്ചു വളരുന്നതായിരിക്കും. ഇപ്പം ഇവിടെയൊക്കെ ആകുമ്പോൾ മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൽ വെക്കുന്നത്. ടിഷ്യൂ പേപ്പറിൽ വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടിഷ്യൂ പേപ്പർ ഇടുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 8 ടിഷ്യൂ പേപ്പറാണ് ഇട്ടേക്കുന്നത്. കാരണം ഇതിൻ്റെ വേര് താഴേക്ക് ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കട്ടിയിൽ വേണം ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇടയ്ക്കൊന്ന് സൺലൈറ്റിൻ്റെ അടുത്ത് വെക്കണം. ഈ വിൻഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിൻഡോ ഒക്കെ തുറന്ന് അതിൻ്റെ സൈഡിൽ ഒരു ചെറുതായിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ നന്നായിട്ട് തന്നെ വളരുന്നതാണ്. ഇതൊരു 7 ദിവസം ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ഇതുപോലെ ഇല വരുന്നതായിരിക്കും. അതിൻ്റെ ആ ഒരു ഇല വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ചെറുപയർ മാത്രമല്ലാതെ നമുക്കിത് മിക്സ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ചെറുപയറാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിളിർത്ത് കിട്ടും. വൻപയറൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദിവസം എടുക്കും. ഇതാകുമ്പോൾ 7 ദിവസമേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം. ഇപ്പം നമ്മുടെ മൈക്രോ ഗ്രീൻസ് എല്ലാം കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഒത്തിരി അങ്ങോട്ട് കനം കുറച്ച് അരിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ പിള്ളേർക്ക് ഇത് കൊടുക്കാനായിട്ട് നോക്കിക്കോണം. ഇത് അത്രയ്ക്ക് പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മൾ ചീരയൊക്കെ കഴിക്കുന്നതിലും വളരെ നല്ലതാണ്. പിന്നെ ചീരയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനും കുറച്ച് മടിയുണ്ടാവുമല്ലോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ചെറുപയറൊക്കെ കഴിക്കുന്ന പോലെയാണ്. ഈ രീതിയിലോ അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ അതിലും ഒന്നും കൂടെ ഹെൽത്തിയാണ് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് വല്ലപ്പോഴും എങ്കിലും പിള്ളേർക്ക് ഇത് മസ്റ്റായിട്ടും കൊടുക്കേണ്ടതാണ്. ഇവിടെ മോക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവൾ തന്നെയാണ് ഇടയ്ക്കെടുത്ത് ഇതുപോലെ തന്നെ ചെയ്യുന്നത്. കാരണം അവൾ പറയുന്നത് അത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഇപ്പോൾ ബോക്സിൽ അവൾ തന്നെ എടുത്തിടും. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ടിഷ്യൂ പേപ്പറിൽ അവൾ തന്നെയാണ് ഇപ്പോൾ എടുത്തിടുന്നത്. കാരണം അവൾക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ പിള്ളേർ ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് വല്ലപ്പോഴും എങ്കിലും ഇതുപോലൊന്ന് കൊടുക്കാനായിട്ട് നോക്കിക്കോണം. പിന്നെ നമ്മളിത് തോരൻ വെച്ച് കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 ബോക്സിലൊക്കെ ഇത് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലൊന്ന് തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പം നമ്മളങ്ങനെ എല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. സവോളയെ ചെറുതായിട്ട് ഒരു ചെറിയ വലുപ്പത്തിനുള്ള സവോള എടുത്ത് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ തോരനൊക്കെ അരിയത്തില്ലേ ആ ഒരു വലുപ്പത്തിൽ തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് വെച്ച് വരുമ്പോൾ തന്നെ ഒട്ടും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്കായാലും എരിവ് കാരണം കഴിക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉഴുന്നൊക്കെ മൂത്ത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോ ഗ്രീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പിടി തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഇലക്കറികളൊക്കെ ആകുമ്പോൾ ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രോട്ടീനും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് ഓവർ കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്ന് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് വാട്ടിയാൽ മതി. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒരുപാട് നേരം വേണ്ട. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആകെ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെടും.
ദാ ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പിള്ളേർക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ചിക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിള്ളേർക്ക് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലാതെ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഹെൽത്തി ആവുന്നത്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടോ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇതിനെ ചിലപ്പോൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. കാരണം ഉണ്ടാക്കി വന്നപ്പോൾ കണ്ടില്ലേ കുറച്ചേ ഉള്ളൂ മൈക്രോ. അപ്പൊ എന്തായാലും എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.